രാഘവേട്ട, രാഘവേട്ട, അന്നേരത്തെ ദേഷ്യത്തിൽ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയതാ. അതൊന്നും കാര്യമാക്കണ്ട. ആ കാശ് പോയതിന്റെ വിഷമത്തിൽ പറഞ്ഞതാ. ദേ, രാഘവേട്ടന് സങ്കടമായിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതെല്ലാം മനസ്സിൽ നിന്ന് കളഞ്ഞേക്ക്. അങ്ങനെ സങ്കടമായിട്ടൊന്നും തോന്നിയില്ല. ഇടയ്ക്കിടയ്ക്ക് ഭാമയുടെ ഇതുപോലുള്ള പരിഭവങ്ങളും കുറ്റപ്പെടുത്തലുകളൊക്കെ ഏറ്റുവാങ്ങുന്ന ഒരാളായതുകൊണ്ടേ ആ ഓളത്തിൽ അതങ്ങനെ അങ്ങ് പോയി. എന്നാലും ചില വാക്കുകള് ഉള്ളിന്റെ ഉള്ളിൽ തട്ടി നിന്ന് എന്റെ മനസ്സ് വേദനിപ്പിക്കുന്നുണ്ട് കേട്ടാ. വല്ലാതെ പൊള്ളിക്കുന്നുണ്ടെന്നെ. പിന്നെ സംഭവിച്ചു പോയ തെറ്റിന്റെ ആഴം അതെന്നെ വേദനിപ്പിക്കുന്നുണ്ട്. പോയത് പോയി. ഇനി അതേക്കുറിച്ച് ചിന്തിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. രാഘവേട്ട, ഒരുപാട് കഷ്ടപ്പെട്ട ഇവിടുത്തെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് എല്ലാ കാര്യങ്ങൾക്കും പണം വേണം. അല്ല, ആ പണമാ രാഘവേട്ടൻ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ എങ്ങനെ സങ്കടം വരാതിരിക്കുന്നത്? എന്നാലും ആ പണം പിന്നെ എങ്ങോട്ട് പോയി? ദേ, ശരിക്കും ഓർത്തു നോക്കിയേ. രാഘവേട്ടന്റെ കയ്യിൽ നിന്ന് അത് ആരെങ്കിലും വാങ്ങിച്ചതായിട്ട് അങ്ങനെ ഓർക്കുന്നുണ്ടോ? ഭാമ അതെന്റെ കൈ തരുന്നതായിട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പക്ഷെ പിന്നെ ഞാനത് എവിടെ വച്ചു എന്നുള്ള കാര്യത്തില് മൊത്തത്തിൽ ഒരു ഇരുട്ടാ ഭാമേ മുന്നില്. എന്തായാലും ഒന്നുകൂടെ ഞാനൊന്ന് ആലോചിച്ചു നോക്കട്ടെ. ചിലപ്പം ചെറിയ ഓർമ്മ വന്നാലോ? വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. വിഷ്ണു ഇന്നിപ്പോ ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല. നമ്മൾ ആരും ആ കാശ് കണ്ടിട്ടുമില്ല. പിന്നെ അത് എവിടെ പോയി? ശാന്തേച്ചി 2 ദിവസമായിട്ട് എന്തോ ഫീസ് അടയ്ക്കുന്ന കാര്യം പറയുന്നുണ്ടായിരുന്നു. ഇന്നലെ ചോദിച്ചപ്പോഴും കാശ് റെഡിയായിട്ടില്ലെന്നാ പറഞ്ഞത്. പക്ഷേ ഇന്നിപ്പോ അതിന്റെ കാര്യത്തിനായിട്ടാണെന്ന് തോന്നുന്നു എവിടെയോ പോയിട്ടുണ്ട്. ഇന്നലെ വരെ ഉണ്ടാകാത്ത കാശ് ഇത്ര പെട്ടെന്നെങ്ങനെ ഉണ്ടായി സത്യാമ്മേ? അങ്ങനെയാണെങ്കിൽ ശാന്ത തന്നെ ആയിരിക്കും ആ കാശ് എടുത്തിരിക്കുക. അതെ ഭാമേ, അത് പിന്നെ വ്യക്തമായ തെളിവുകളില്ലാതെ ഒരാൾക്ക് നേരെ ആരോപണം ഉന്നയിക്കരുത്. പൊന്നിക്ക് ശമ്പളമായിട്ട് തരാനുള്ള കാശ് ഇപ്പൊ എന്റെ കയ്യിലില്ല. നാളെയോ മറ്റന്നാളോ ഞാൻ അറേഞ്ച് ചെയ്ത് തരാം. അത് കുഴപ്പമില്ല സത്യാമ്മേ. നമ്മുടെ ഫുഡ് കോമ്പറ്റീഷന്റെ കാര്യം എങ്ങനെയാ? ശാന്ത കൂടി ഇല്ലാത്ത സ്ഥിതിക്ക് അതിന് പോയിട്ട് കാര്യമുണ്ടോ? വെറുതെ പോയി നാണക്കേട് വിളിച്ചു വരുത്തണോ? പോണ്ടെന്നേ ഞാൻ പറയൂ. കാരണമേ കഷ്ടകാല കടലില നമ്മളിപ്പോ നിൽക്കുന്നത്. അവിടെ കിടന്ന് കൈകാലട്ടടിക്കുന്നതല്ലാതെ കരകയറാൻ പറ്റാത്ത വിധം പെട്ടുപോയിരിക്കുക. ഈ സ്ഥിതിയിൽ മറ്റൊരു പരാജയം കൂടി തലയിലേക്കണോ? പൊന്നി, ഇതൊന്നും ഒന്ന് പിടിച്ചേ. എനിക്ക് ഒറ്റയ്ക്ക് പിടിക്കാൻ പറ്റില്ല. പൊന്നി ഇതെന്താ ഒരു അത്ഭുത വസ്തുനെ കാണുന്ന പോലെ നോക്കി നിൽക്കുന്നേ? സാധനങ്ങൾ ഇറക്കണ്ടേ? പൊന്നി ഒരു കൈ തരാനാ പറഞ്ഞത്. വാ. എന്നാ പിടിച്ചേ. ഒന്ന് 2 ആഴ്ചത്തേക്കുള്ള സകല സാധനങ്ങളും ഉണ്ട്. ആ ട്യൂഷൻ സെന്ററിലേക്കുള്ള ഓർഡറിന്റെ സാധനങ്ങളും ഉണ്ട്. ആ ഓട്ടോക്കാരന് കാശ് കൊടുത്തിട്ട് വേണ്ടേ? നാളെയല്ലേ മത്സരം. നമുക്ക് ഫസ്റ്റ് അടിക്കണം. അല്ല പിള്ളേ, ഈ സാധനങ്ങളൊക്കെ മേടിക്കാൻ എവിടുന്ന കാശ് കിട്ടിയത്? കാശ് സാറല്ലേ തന്നത്? 25,000 രൂപ. ബാക്കി കാശുണ്ട്.
ഇത്രയും കാശ് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ബാക്കി താൻ കൊണ്ടുവന്നാൽ മതി എന്നല്ല സാറ് പറഞ്ഞത്. അപ്പോ ആ കാശ് രാഘവേട്ടൻ പിള്ളക്കാണ് കൊടുത്തത്. അതെന്താ രാഘവേട്ടൻ പറയാതിരുന്നത്? ഭാമ, ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ ഇത്രയും പ്രശ്നം ഉണ്ടാകുമായിരുന്നോ? എന്താ പൊന്നു ഉണ്ടായത്? രാഘവേട്ടൻ എന്താ അത് പറയാഞ്ഞെന്ന്? അല്ല, ഞാൻ പിള്ളേക്കൊന്ന് പൈസ എടുത്തു കൊടുത്തേ. അല്ല, ഞാൻ തനിക്കാണോ പൈസ വന്നേ? പിന്നല്ലാതെ. കാശ് കാണാതെ പോയെന്നും പറഞ്ഞ് ഇവിടെ മുഴുവൻ ഈ പണം തരയായിരുന്നു ഞങ്ങള്. ഞങ്ങളോടൊപ്പം രാഘവേട്ടനും അത് നോക്കുന്നുണ്ടായിരുന്നു. എല്ലായിടത്തും നോക്കുന്നതിനോടൊപ്പം ശാന്തയുടെ ബാഗ് ഞങ്ങൾ പരിശോധിച്ചു. അത് ശാന്തയ്ക്ക് ഇഷ്ടമായില്ല. തന്നെ കള്ളിയാക്കിയെന്നും പറഞ്ഞ് ശാന്ത പിണങ്ങി പോവുകയും ചെയ്തു. അയ്യോ, ശാന്ത പോയോ? നമ്മൾ ഈ ഓർഡറൊക്കെ പിടിച്ചു വെച്ചിരിക്കുന്നതും നാളത്തെ മത്സരത്തിൽ പങ്കെടുക്കാന്ന് പറഞ്ഞതും ശാന്തയെ കണ്ടോണ്ട് തന്നെയാണ്. ഇനിയിപ്പോ കഷ്ടമായല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ശാന്ത പിണങ്ങി പോയ സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യും പിള്ളേൻ? അങ്ങനെ ചോദിച്ചാ ശാന്ത ഇല്ലാതെ മത്സരത്തിൽ പങ്കെടുത്തിട്ട് ഒരു കാര്യമില്ല. പങ്കെടുത്ത് ജയിച്ചില്ലെങ്കിൽ രാഘവേട്ടന്റെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താൻ വേറെ മാർഗവുമില്ല. ശാന്തിയെ തിരിച്ചു കൊണ്ടുവരാൻ വേറെ എന്താ പിള്ളേര് വഴി? ഒരു വഴിയുണ്ട്. ഈ സ്ഥിതിയിൽ നമ്മളെ സഹായിക്കാൻ ഒരേ ഒരാളെ കൊണ്ടേ കഴിയും.